മുരളി കണ്ട കഥകളി. മുരളി കണ്ട കഥകളി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് കഥകളിയെക്കുറിച്ചാണ്. അതിൻ്റെ ആരംഭത്തിലുള്ള ചടങ്ങുകൾ, അതിൻ്റെ വേഷവിധാനങ്ങൾ ഒക്കെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇത് വായിച്ചു തരാം. ടീച്ചറിൻ്റെ കൂടെ കുട്ടികളെല്ലാവരും ഇത് വായിക്കണം കേട്ടോ. സദസ്സ് തിങ്ങി നിറഞ്ഞിരുന്നു. ഇത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായിരിക്കുമെന്ന് മുരളി വിചാരിച്ചിരുന്നില്ല. കലാപരിപാടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രംഗമണ്ഡപം ഉണർന്നു മുന്നിൽ കാണുന്നു. എന്താ, സദസ്സ് ഒത്തിരി ആൾക്കാരുണ്ടല്ലേ. ഇത് കണ്ടോ, ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരുണ്ടായിരിക്കുമെന്ന് മുരളി വിചാരിച്ചില്ല. അപ്പം കലാപരിപാടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രംഗമണ്ഡപം ഉണർന്ന് മുന്നിൽ കാണുന്നു. അവിടെ ഒരു തട്ടുപന്തലും ഇട്ടിട്ടുണ്ട്. അപ്പം പന്തലിട്ടിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. തട്ടടിച്ച് പന്തലിട്ടിട്ടുണ്ട്. സ്റ്റേജിൻ്റെ മുൻപിലായി ഒരു വലിയ നിലവിളക്ക്. അതിന് ഏകദേശം 3-3.5 അടി പൊക്കം വരും. 3-3.5 അടി പൊക്കമുള്ള ഒരു നിലവിളക്ക് അവിടെ ഉണ്ട്. അത് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിലെ ദീപനാളം പന്തം പോലെ പ്രകാശിക്കുന്നു. മനസ്സിലായോ? ഒരു നിലവിളക്ക്, ഇത് കണ്ടോ, ഒരു നിലവിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കണ്ടോ, ദീപനാളം പന്തം പോലെ പ്രകാശിക്കുന്നു. പണ്ട് കാലത്ത് ഇതൊക്കെ നടക്കുന്ന സമയത്ത് കറണ്ടും ഇലക്ട്രിസിറ്റിയും ഒന്നും ഇല്ല അല്ലേ. അപ്പം അന്ന് എങ്ങനെയാ നമ്മൾ വെട്ടം കണ്ടുകൊണ്ടിരുന്നത്? നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു വെച്ചാണ് വെട്ടം കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. സ്റ്റേജിന് പുറകിൽ മേളക്കാർ നിൽപ്പുണ്ട്. മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും ചേർന്നുള്ള മേളം തുടങ്ങിക്കഴിഞ്ഞു. ഇത് കണ്ടോ, ഇവിടെ ആൾക്കാർ നിന്ന് മേളക്കാര് വാദ്യങ്ങൾ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ? മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും കണ്ടോ ചേർന്നുള്ള മേളം തുടങ്ങിക്കഴിഞ്ഞു. ചെണ്ട എടുത്തിട്ടില്ല. എന്താ അച്ഛാ ചെണ്ട വരാത്തത്? മുരളി അന്വേഷിച്ചു. ഈ കൊട്ടിന് ശുദ്ധമദ്ദളം എന്നാണ് പറയുക. അരങ്ങത്തെ കേളിയെന്നും കേളിക്കൈയെന്നും പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ കഥകളി തുടങ്ങുന്നതിന് മുന്നേ കൊട്ടുന്നതിനകത്ത് ചെണ്ട ഉപയോഗിക്കത്തില്ല, ചെണ്ട ഉപയോഗിക്കില്ല. അച്ഛൻ പറഞ്ഞു കൊടുത്തു. അതിന് ചെണ്ട ഉപയോഗിക്കില്ല, ശുദ്ധമദ്ദളം എന്നാണ് പറയുക. കേളിയെന്നും കേളിക്കൈ എന്നും പറയും. മനസ്സിലായോ? ഇനി അടുത്തത്. കുറെ കഴിഞ്ഞപ്പോൾ ഒരു തിരശീല കൊണ്ടുവന്ന് 2 പേർ ഓരോ അറ്റത്തുമായി പിടിച്ചു. അകത്തു നിന്ന് പാട്ടുകാരുടെ ആ എന്ന രാഗവിസ്താരവും ആരംഭിച്ചു. കളി തുടങ്ങാറായെന്ന് മുരളിക്ക് തോന്നി. നമുക്ക് മുന്നിൽ പോയിരിക്കാം, അവൻ പറഞ്ഞു. വരട്ടെ, ഇപ്പോഴേ പോയിരുന്നാൽ മുഷിയും. ചില ചടങ്ങുകൾ ഇനി കഴിയാനുണ്ട്, എന്നിട്ടേ കഥ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു വശം ചേർന്ന് നിൽക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ മുരളിയെ മുൻപിൽ നിർത്തി. താൻ പുറകിലായി നിന്നു. തിരശീലയ്ക്കുള്ളിൽ ഏതോ വേഷം വന്ന് ചുവട് വെച്ച് അമർന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കണ്ടപ്പോഴത്തേനും മുരളിക്ക് എന്ത് തോന്നി? കഥകളി ഇപ്പോൾ തുടങ്ങും, നമുക്ക് മുന്നിൽ പോയിരിക്കാം എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇല്ല, ഇപ്പോഴേ പോയിരിക്കേണ്ട, കുറച്ച് ചടങ്ങുകൾ ഇനി നടക്കാനുണ്ട്, അതിന് ശേഷമേ എന്തുള്ളൂ, കഥകളി ആരംഭിക്കുകയുള്ളൂ. തിരശീല താഴ്ത്താത്ത എന്താണച്ചാ? അവൻ ചോദിച്ചു. ഇപ്പോഴേ താഴ്ത്തുകയില്ല, തോടയമാണ് ചടങ്ങ്, അച്ഛൻ പറഞ്ഞു. എന്താ തോടയമോ? അപ്പോൾ അവന് തോടയം എന്ന് പറയുന്ന ചടങ്ങ് എന്താണെന്ന് മുരളിക്ക് അറിയില്ല. അപ്പോൾ തോടയം എന്താണെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതെ, ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ്. ഏത് കാര്യവും തുടങ്ങുന്നതിന് മുന്നേ ഈശ്വര സ്തുതിയോടുകൂടി ആയിരിക്കണമെന്നാണ് പണ്ടത്തെ ആളുകളുടെ പക്ഷം. ഏത് കാര്യവും തുടങ്ങുന്നതിന് മുന്നേ ഈശ്വര സ്തുതി നടത്തും. അതിന് പറയുന്ന പേരെന്താണ്? കഥകളിയിൽ തോടയം. മനസ്സിലായോ? ഈ വേഷം എന്താ ചെയ്യുന്നേ? കൊട്ടിനും പാട്ടിനും അനുസരിച്ച് ചില ചുവടുകൾ വെച്ച് താഴ്ന്നു കളിക്കുകയാണ്.
മുരളി ആ തിരശീലയുടെ ഭംഗി നോക്കിക്കൊണ്ടു നിന്നു. അതിൻ്റെ നടുവിൽ മനോഹരമായൊരു താമരപ്പൂവ് നെയ്ത് പിടിപ്പിച്ചിരിക്കുന്നു. പലതരം വർണ്ണങ്ങൾ ആ കർട്ടന് മോടി കൂട്ടുന്നുണ്ട്. കൂടാതെ അനവധി വിചിത്ര വേലകളും അതിൽ കാണാം. അപ്പോൾ ഒരു കർട്ടൻ കൊണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കർട്ടനിൽ എന്താ ഉള്ളത്? താമരപ്പൂവുണ്ട്, അതുപോലെ വേറെ കുറച്ച് വർണ്ണങ്ങളുണ്ട്, അതിൽ കുറേ വേറെ വർക്കുകളൊക്കെ വേലകളൊക്കെ ചെയ്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ആദ്യത്തെ ചടങ്ങ് എന്തായിരുന്നു? തോടയം. തോടയം എന്താ? ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ്. തോടയം കഴിഞ്ഞു. ഇവിടെ നോക്കിയേ, തോടയം കഴിഞ്ഞു. ഗായകന്മാർ ഏതാനും ശ്ലോകങ്ങൾ നീട്ടി പാടിത്തുടങ്ങി. അത് വന്ദന ശ്ലോകങ്ങളാണ്. അതെന്താ? വന്ദന ശ്ലോകങ്ങൾ. അച്ഛൻ മുരളിയെ ധരിപ്പിച്ചു. അപ്പോൾ അത് വന്ദന ശ്ലോകങ്ങളാണെന്ന് ആര് പറഞ്ഞു? അച്ഛൻ മുരളിയോട് പറഞ്ഞു. ഗണപതി, വിഷ്ണു, ശിവൻ, ഭഗവതി മുതലായവരെ പറ്റിയുള്ള സ്തുതികളാണത്, വന്ദന ശ്ലോകങ്ങൾ. അല്പം കഴിഞ്ഞപ്പോൾ തിരശീലയ്ക്ക് മുകളിൽ വട്ടത്തിലുള്ള ഒരു കിരീടത്തിൻ്റെ മുകൾ ഭാഗം കണ്ടു തുടങ്ങി. ഒരു വേഷം അകത്ത് വന്നിട്ടുണ്ട്. കാണാമോ? അകത്ത് വന്നിട്ടുണ്ട്. കിരീടം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു. കിരീടം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. തിരശീലയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ വേഷം മേളക്കാരെയും പാട്ടുകാരെയും തൊട്ട് വന്ദിക്കുകയാണ്. ചെണ്ടകൊട്ടും ഈ അവസരത്തിൽ കേട്ടു. ഇപ്പൊ ചെണ്ടകൊട്ടും എന്താ ഈ അവസരത്തിൽ നടക്കുന്നുണ്ട്. കാണാമോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ തിരശീലയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ വേഷം മേളക്കാരെയും പാട്ടുകാരെയും തൊട്ട് വന്ദിക്കുകയാണ്. ചെണ്ടകൊട്ടും ഈ അവസരത്തിൽ കേട്ടു തുടങ്ങി. ഇതാ കിരീടത്തിന് മുകളിലായി വിസ്തൃതമായ ഒരു മേലാപ്പ്, ശംഖുവിളിയും കേൾക്കുന്നു. മേളം തകർക്കുന്നു. പെട്ടെന്ന് തിരശീല താണു. അപ്പോൾ തിരശീല പെട്ടെന്ന് താണു. ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്താ? തിരശീല പെട്ടെന്ന് താണു എന്നാണ് പറയുന്നത്. രണ്ട് വേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു പുരുഷനും ഒരു സ്ത്രീയും. നിറപ്പകിട്ടുകൊണ്ട് വിളങ്ങുന്ന കിരീടം, പച്ച നിറത്തിലുള്ള മുഖം, കവിളിൻ്റെയും താടിയുടെയും അരികോട് ചേർത്ത് ഇരുവശങ്ങളിലും വെള്ളക്കടലാസുകൊണ്ട് ബ്രാക്കറ്റിൻ്റെ ആകൃതിയിൽ വെച്ച് പിടിപ്പിച്ച ചുട്ടി നീട്ടി കറുപ്പിച്ച പുരിക കൊടികൾ, മഷി എഴുതിയ കണ്ണ്, നെറ്റിയിൽ ഒരു ഗോപി, പുഞ്ചിരി പൊഴിക്കുന്ന ചെഞ്ചുണ്ടുകൾ, ചെറിയ വൃത്തത്തിൽ തിളങ്ങുന്ന ചെവി പൂവ്, തോട, കിരീടത്തിൻ്റെ രണ്ട് വശത്തും താഴ്ത്തി പിടിപ്പിച്ചിരിക്കുന്ന ചെറിയ ആലവട്ടം, ധാരാളം മുത്തുമാലകളെ കൊണ്ട് ശോഭിക്കുന്ന കഴുത്ത്. മനസ്സിലായോ? രത്നാഭരണങ്ങൾ പ്രകാശിക്കുന്ന കൊരാല തോടുകൂടിയ മാർവിടം, തോൾവള, കൈവള, വിരിഞ്ഞ പൂവിൻ്റെ ആകൃതിയിൽ രണ്ടറ്റത്തും കെട്ടിയിട്ട് അണിഞ്ഞിരിക്കുന്ന ഉത്തരീയങ്ങൾ, ചുമന്ന കുപ്പായം, കൈവിരലുകളിലെ വെള്ളി നഖങ്ങൾ, കാണാൻ നല്ല ചന്തമുള്ള ഉടുത്തുകെട്ട്, ഇവയെല്ലാം ചേർന്നതാണ് പുരുഷവേഷം. അപ്പോൾ പുരുഷവേഷത്തിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സ്ത്രീവേഷം ഞൊറിഞ്ഞൊടുത്ത് തലയിൽ ചാരിയിട്ടിരിക്കുകയാണ്. കൈപ്പത്തി വരെ ഇറങ്ങിക്കിടക്കുന്ന ചെങ്കുപ്പായം, കഴുത്തിൽ നിറയെ ആഭരണങ്ങൾ, കൈവളകൾ. പുരുഷവേഷം കൃഷ്ണമണികളെ താളത്തിനൊത്ത് ചലിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി നോക്കുന്നു. ആ നോട്ടം തൻ്റെ നേർക്കാണ് എന്ന് മുരളിക്ക് തോന്നി. അവൻ അത്ഭുതത്തിൽ
മുഴുകി. ഇത് ഏത് വേഷമാണച്ചാ? അവൻ ചോദിച്ചു. ഇതാണ് പുറപ്പാട് വേഷം. ഇത്തരം പുരുഷ വേഷത്തിന് പച്ച എന്ന് പറയും. അപ്പൊ എന്താ? പുറപ്പാട് വേഷമാണിതല്ലേ. അതുകൊണ്ട് ഈ പടം കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പൊ പുറപ്പാട് വേഷത്തിന് എന്താ പറയുന്നത്? പച്ച എന്നാണ് പറയുന്നത്. അതെ, പച്ചയോ? അതെ, പച്ച തന്നെ. നല്ല സ്വഭാവത്തോടു കൂടിയ കഥാപാത്രങ്ങൾക്കെല്ലാം പച്ച വേഷമാണ്. അപ്പൊ നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരൊക്കെ എന്ത് വേഷമാണ്? പച്ച വേഷം എന്നാണ് പറയുന്നത്. അത് ആരൊക്കെയാണ്? ധർമ്മപുത്രൻ, ശ്രീകൃഷ്ണൻ, നളൻ തുടങ്ങിയവരെ നീ കേട്ടിട്ടില്ലേ? അവരൊക്കെ പച്ച വേഷക്കാരാണ്. മനസ്സിലായോ? പുറപ്പാടിലെ വേഷങ്ങൾ കഥയിലെ നായകനും നായികയും ആണെന്നാണ് സങ്കല്പം. അവർക്ക് പ്രത്യേകിച്ച് അഭിനയമൊന്നുമില്ല. കുറെ കഴിഞ്ഞ് സ്ത്രീ വേഷം പോയി. പുരുഷ വേഷം കൈയും മെയ്യും കണ്ണും യോജിപ്പിച്ച് ഓരോ കലാശങ്ങൾ ചവിട്ടി തുടങ്ങി. താളമേളങ്ങൾക്കൊപ്പിച്ചുള്ള ആ നൃത്തം ഒരു പ്രത്യേക രീതിയിലുള്ളതായിരുന്നു. കാണാൻ കൗതുകമുണ്ട്. എങ്കിലും കുറെ നേരം അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും മുരളിക്ക് മുഷിഞ്ഞു. എന്താ അച്ഛാ കഥ തുടങ്ങാത്തത്? അവൻ അക്ഷമനായി ചോദിച്ചു. അപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ആയപ്പോഴത്തേനും മുരളിക്ക് മുഷിയാൻ തുടങ്ങി. അപ്പൊ അച്ഛനോട് ചോദിച്ചു, എന്താ കഥ തുടങ്ങാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാ? കഥകളിക്ക് മുന്നേ നടക്കുന്ന ഓരോ തോടയം അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇത് പരിചയപ്പെടുത്തുകയാണ്. എന്താണ് സ്ത്രീവേഷം, എന്താണ് പച്ചവേഷം, പുരുഷവേഷം, ഇതെങ്ങനെയാണ് ഈ കഥകളിയൊക്കെ നടക്കുന്നത്, അതിൻ്റെ വേഷവിധാനങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് എഴുതിയത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ് കേട്ടോ. മുരളി കണ്ട കഥകളി എന്ന ഭാഗത്തു നിന്നും പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ എഴുതിയതാണ് ഈ പാഠഭാഗം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും വിപരീത പദമൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കുട്ടികൾ ഇത് നല്ലതായിട്ട് വായിച്ച് പഠിക്കാം. താങ്ക് യു.